നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ ഇപ്പോൾ സാന്റോസിന് വേണ്ടിയിട്ട് 90 മിനിറ്റ് കളിക്കുന്നു, ഇരട്ട ഗോളുകൾ അടിക്കുന്നു. താരത്തിന് ഫിസിക്കലി യാതൊരുവിധ പ്രശ്നവുമില്ല. അതൊക്കെ ഇപ്പോൾ പച്ചക്ക് വെളിവാകുകയാണ്. അപ്പോൾ വേൾഡ് കപ്പിൽ എന്താണ് ബ്രസീൽ ടീം മാനേജ്മെൻറ്റ് ചെയ്തത്? നോർവേക്കെതിരെ അദ്ദേഹത്തെ 90 മിനിറ്റ് കളിപ്പിക്കേണ്ടതായിരുന്നില്ലേ? ബ്രൂണോ ഗുയിമേറസ് എടുത്ത പെനാൽറ്റി നെയ്മർ എടുത്തിരുന്നെങ്കിൽ കഥ മാറുമായിരുന്നില്ലേ? ഓരോ ബ്രസീലിയൻ ആരാധകനും ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ബ്രസീലിൽ ഏതായാലും അത് വലിയ ചർച്ചാ വിഷയമാണ്. നെയ്മർ തന്നെ അതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫ്യൂറ്റ് ഗോഡയുടെ ഒരു പോസ്റ്റിനോട് നെയ്മർ പ്രതികരിക്കുന്നു. അതിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇന്ന് നെയ്മർ 90 മിനിറ്റ് കളിച്ചു. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ കളിക്ക് ശേഷമുള്ള പ്രതികരണമാണ്. അത് എന്താണ് നമ്മളോട് പറയുന്നത്? ഒന്നുകിൽ ദേശീയ ടീം അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തു, അദ്ദേഹത്തിന് 90 മിനിറ്റ് കളിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നറിഞ്ഞിട്ടും റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ച് പ്രൊട്ടക്റ്റ് ചെയ്തു. അതല്ലെങ്കിൽ അദ്ദേഹത്തെ കളിപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചത് മറ്റെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അല്ലെങ്കിൽ അവർ അദ്ദേഹത്തിൻ്റെ എബിലിറ്റീസിൻ്റെ മികവിനെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ബ്രസീൽ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായത്. അതായത് നെയ്മർ ആ പെനാൽറ്റി എടുത്തിരുന്നെങ്കിൽ, ബ്രൂണോ ഗുയിമാറസിന് പകരം പെനാൽറ്റി എടുത്തിരുന്നെങ്കിൽ കാര്യങ്ങൾ മാറുമായിരുന്നില്ലേ എന്നുള്ളതാണ് ആ പോസ്റ്റിലുള്ളത്. അതായത് ദേ അണ്ടർ എസ്റ്റിമേറ്റഡ് ഹിസ് എബിലിറ്റീസ്. നെയ്മറുടെ കഴിവുകളെ അവർ ചെറുതായി കണ്ടു. അതാണ് ടീമിനെ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താക്കിയത് എന്നുള്ളതാണ് പോസ്റ്റ്. ഈ പോസ്റ്റിനോടാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ലൈക്ക് അടിച്ചുകൊണ്ട് തൻ്റെ അനുഭാവം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ദേശീയ ടീമിന് ഇനി അദ്ദേഹം കളിക്കില്ല എന്ന നിലപാടാണ് ആ മത്സരം കഴിഞ്ഞിട്ട് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം ഒന്നും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമില്ല. ഏതായാലും ബ്രസീലിൽ ഇപ്പോൾ ഇത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്, നെയ്മറുടെ പ്രതികരണം കൂടി വന്നതോടുകൂടി. അതായത് നെയ്മറെ കളിപ്പിക്കണമായിരുന്നു. ആ മത്സരത്തിൽ തുടക്കത്തിൽ തന്നെ നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ കഥ മാറിയേനെ എന്നാണ് വിശ്വസിക്കുന്നത്. നെയ്മർക്ക് 90 മിനിറ്റ് കളിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് അദ്ദേഹം ഇപ്പോൾ ഇവിടെ വീണ്ടും തെളിയിച്ചിരിക്കുകയുമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോസ് അനുക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.